ഒരു വർഷത്തിന് ശേഷം ഇന്നാണ് ആദ്യം. ഇന്നും ചെയ്യണ കാര്യാട്ടോ, ഇന്നല്ല ഇന്നും ചെയ്യണ കാര്യം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോവാ. വായോട്ടാ. ഇന്ന് എനിക്ക് ഒരു സ്ഥലത്തേക്ക് പോവാനുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് വയ്ക്കാവുന്നൊരു കറിയൊക്കെ വെച്ച് നമുക്ക് പറമ്പിലത്തെ കാര്യങ്ങൾക്ക് ഇറങ്ങാം. ഇന്നത്തെ നമ്മുടെ കറിയിലേക്ക് നോക്കിയാൽ നമ്മൾ പൊട്ടിച്ചു വന്ന പച്ചമുളകും അതേപോലെ തൈര് മാത്രം മതിയിട്ടാ. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ്. അപ്പം ഞാൻ നോക്കിയേ, കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 2 ഗ്ലാസ്സിനോടേക്ക് തൈര് എടുത്തിട്ടുണ്ട്. ഈ തൈര് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ കയ്യിലുകൊണ്ട് തന്നെ ഉടച്ചെടുക്കണം. പിന്നെ അത് മാത്രമല്ല, ഇതിൽ കൂടുതൽ പുളി ആവശ്യമില്ല കേട്ടോ. ഒരു മീഡിയം ലെവലിലുള്ള പുളി വേണ്ട നമുക്ക് ഈ തൈരിൽ. ഈ തൈരിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നോക്കിയാൽ ഒരു ഇത്തിരിയോളം കേട്ടോ, ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്കുള്ളൂ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കിത് കൂടെ മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമ്മളിതാ പൊട്ടിച്ച് വേണമെന്ന പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് ഉണ്ടല്ലോ നമുക്ക് നടുവന്ന് പതുക്കെ ഇങ്ങനെ കീറി കൊടുക്കാം കേട്ടോ. വിട്ടു പോവരുത്, ഇങ്ങനെ കീറാനേ പാടുള്ളൂ. ഞാൻ ഇതിന് മുന്നും ഇതേപോലത്തെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചീനച്ചട്ടി നന്നായി ചൂടായി. അപ്പോൾ അതിലേക്കിതാ ഒരു 3-3.5 ടീസ്പൂണിൻ്റെ അവിടേക്ക് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ കൂടുതൽ വേണം കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകട്ടെ. വെളിച്ചെണ്ണ നന്നായി ചൂടായി. അപ്പോൾ അതിലേക്ക് നോക്കിയാൽ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടുകും ഉലുവയൊക്കെ ഇത് നന്നായി പൊട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച് നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ അതിതാ ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ടിട്ട് നമ്മളൊന്ന് അകലം കണ്ടു നിന്നോണം. കാരണം വേലിക്ക് പൊട്ടി ചേർത്തിട്ടാണ്. ഈ സമയത്ത് നമുക്കൊന്ന് തീ കുറച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നോക്കിയാൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം നമ്മുടെ കായപ്പൊടി ഇട്ടാണ്. കായപ്പൊടി 3/4 ടീസ്പൂൺ തന്നെ വേണം. കാരണം നമ്മുടെ ഈ മുളകിലും ഈ മോരിലൊക്കെ കായത്തിൻ്റെ ഒരു മണം നല്ലൊരു ടേസ്റ്റാണ് ആ മണം കൂടി ആകുമ്പോൾ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. ശേഷം നമ്മുടെ ഈ മുളകുണ്ടല്ലോ നേരിട്ട് നമ്മുടെ തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കും. നമ്മുടെ എന്താ പറയുക, ഈ പച്ചമുളക് കൊണ്ടുള്ള ഈ ഒരു പച്ചമുളകും തൈരും കൂട്ടിയിട്ടുള്ള ഈ ഒരു കറി ഉണ്ടല്ലോ അത് റെഡി ആയിട്ടുണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് മൂടി വയ്ക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഉണ്ടാക്കിയ നമ്മുടെ തൈരും മുളകും ഉപയോഗിച്ചിട്ട് ഈ കറിയിലുള്ളത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിത് എടുത്ത് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ആ ടേസ്റ്റ്. ആ മുളകൊക്കെ കടിച്ച് കഴിക്കുമ്പോഴേ ഭയങ്കര രസമാണ്. പിന്നെ എങ്ങനെയൊക്കെ നമ്മൾ പെട്ടെന്ന് പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു കറി കൂടിയായിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇതിന്റെ ഇടയിൽ നമ്മുടെ കായോണ്ടുള്ള ഒരു മെഴുക്ക് പുറ്റ് കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് സാധാരണ ഞാൻ ഉണ്ടാക്കാറുണ്ടല്ലോ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളി വേപ്പയും കൂടി ചതച്ച് കുത്തിപ്പൊടി മുളകൊക്കെ ഇട്ടിട്ട് നല്ല ഗോൾഡൻ കളർ ആകുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച കായ അതിലിട്ടിട്ട് സാധാരണ ഞാൻ ഉണ്ടാക്കിയെടുക്കണ പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ സ്റ്റാൻഡ് വെച്ച് ചെയ്യുന്ന കാരണമാണ് എനിക്കിങ്ങനെ എന്താ പറയാ ഇതേപോലെ പറയേണ്ട വരുന്നത് കേട്ടോ. അപ്പൊ ഇനി നമ്മുടെ പറമ്പിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഞങ്ങൾ പോകാം. അപ്പൊ നോക്കിയേ, നമ്മുടെ പീച്ചിങ് ഉണ്ടായി തുടങ്ങിയിട്ടാ. ഇതൊരാള്, പിന്നെ ഇതാ താഴെയും ഒരാള്. ഇനിയിപ്പോൾ ഈ പീച്ചിങ്ങയുടെ പ്രത്യേകത എന്നിട്ടാ പറയുക, ഇതിൻ്റെ ഓരോ ഈ എക്കിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ നിറച്ചുണ്ടാവട്ടെ. നമുക്ക് കഴിഞ്ഞ വർഷം നന്നായിട്ട് പീച്ചിങ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനിയും ഇങ്ങനെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കണ്ട ഈ എക്കില് ഞാൻ പറഞ്ഞില്ലേ, കണ്ട ഇതേ കണ്ട കുഞ്ഞിത്. പിന്നെ കണ്ട ഇതേ, ഇതാണ് ഈ പീച്ചിങ്ങയുടെ ഏറ്റവും വലിയ പ്രത്യേകത. വെച്ചാൽ നന്നായിട്ടുണ്ടാവും.
പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രത്യേകതയുള്ളൊരു ദിവസമാട്ടാ. കാരണം ഒരു വർഷമായിട്ട് ഞാൻ എന്താ പറയുക, ഒരു ചേച്ചിയായിട്ട് എപ്പോഴും ഫോണിൽ കൂടെ ഞങ്ങൾ സംസാരിക്കും, വീഡിയോ കോൾ ചെയ്ത് കണ്ടിട്ടുണ്ട്, അല്ലാതെ നേരിട്ട് കണ്ടിട്ടില്ല. ഇന്നിപ്പോൾ ആ ചേച്ചീനെ ഞാൻ കാണാനായിട്ട് പോവാറ്. അപ്പോൾ പോണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചേച്ചിയാണെങ്കിൽ പരിചയപ്പെട്ട അന്ന് തൊട്ടേ പറയാറുണ്ട്, സ്മിത എനിക്ക് കാണണം നല്ല ആഗ്രഹമുണ്ട്, എന്താ ഒരു വഴിയെന്ന്. അങ്ങനെയാകുമ്പോഴാണ് ചേച്ചിക്ക് ഇപ്പോൾ ഒരു 6 മാസം മുന്നേ ചേച്ചി എന്നോട് പറയാണ്, എനിക്കൊരു മനസ്സമ്മതം വരുന്നുണ്ട് സ്മിത മണ്ണുത്തിയിൽ, അപ്പോൾ ഞാൻ അവിടേക്ക് വരുന്നുണ്ട്, സ്മിത അങ്ങോട്ട് വരുമോയെന്ന് അന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ആ ചേച്ചിനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ 2 മണിയാകുമ്പോഴേക്ക് നമുക്ക് അവിടേക്ക് എത്തിയാൽ മതി. അപ്പം അതിന് മുന്നേ നമ്മുടേതായ പറമ്പിലത്തെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം. വാ. ഈ ഒരു കയ്പാട്ടാ, ഇത് 2 കടയാണ്. ഇവിടെ ഒരു കയ്പ് മുളച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഇതാ ഇപ്പുറത്തും ഒരു കയ്പ് മുളച്ചിട്ടുണ്ട്. ഈ 2 കയ്പും നമ്മൾ നട്ടതല്ല, തന്നെ മുളച്ച് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഇതായത് നമുക്ക് കായ ഉണ്ടായി തുടങ്ങി. നോക്കിയാൽ നല്ല ഡാർക്ക് കളറ് കണ്ട, നല്ല കരിക്ക പച്ചയാണ് ഈ കയ്പക്കായ ഉണ്ടാവുന്നത് കേട്ടോ. ഇപ്പോൾ ഇതാ ചെറുതുകളൊക്കെ ഇതുമ്പോൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളിഫ്ലവർ, ഞാനിപ്പോൾ ശരിക്കും നമ്മൾ ഈ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് നമ്മുടെ കോളിഫ്ലവർ ഈ ഒരു പ്രായമാകുമ്പോൾ കണ്ട ഇതേപോലെ വലുതായി എല്ലാതും. അപ്പോൾ ഈ സമയത്താണ് ഇവർക്ക് പുഴുക്കടി വരിക. അപ്പോൾ പുഴുക്കടിക്ക് നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ മരുന്നുകളൊന്നല്ല ചെയ്യാറ്, നമ്മൾ എല്ലാ ദിവസവും ഇവരുടെ ഓരോ ഇല നമ്മളിങ്ങനെ മാറ്റി നോക്കണം. കാരണം ഉണ്ടായി തുടങ്ങേണ്ട ഒരു ടൈം ആകുമ്പോഴാണ് കൂടുതലും പുഴുക്കളുടെ ശല്യങ്ങൾ വരിക. അപ്പോൾ ഇന്ന് ഇവരൊക്കെ ആകെ ഞാൻ എന്നും ചെയ്യണ കാര്യമാട്ടോ, ഇന്നല്ല എന്നും ചെയ്യണ കാര്യമാണ്. നമ്മൾ കാബേജ് കോളിഫ്ലവർ ഇത് 2ഉം ദിവസം ഓരോ കടി നമ്മളിങ്ങനെ ഇലകൾ നീക്കി നോക്കും. പിന്നെ അതാണ് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മുടെ ഉള്ളിക്ക് നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നത് ഒരു വട്ടം കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സാധാരണ പിന്നെ ഉള്ളിക്ക് എല്ലാ ആഴ്ചയും ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മളെപ്പോഴും പറയാറുണ്ട്, കപ്പലണ്ടി പിണ്ണാക്ക് നേർപ്പിച്ച് ഉള്ള തേയില ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഉള്ളികൾക്ക് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്ക് നേർപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാം, നമ്മൾ ഇരിക്കുന്ന പാത്രത്തിൻ്റെ 4 ഇരട്ടി വെള്ളമാണ് നമ്മൾ ഒഴിക്കുക കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഇവരെ കടക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാനിതിൽ എന്താ പറയുക 4 ഇരട്ടി പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇടയിൽ വെറുതെ ഒഴിച്ചു കൊടുക്കുള്ളൂ. പിന്നെയുണ്ടല്ലോ നമ്മുടെ ഈ ഉള്ളിയുടെ ഇടയിൽ കുറേ ചീരത്തൈകൾ മുളയ്ക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതൊന്നും വലിച്ച് കളയണില്ല, അത്യാവശ്യം ഓരോരുത്തരും നിർത്തുന്നുണ്ട് കേട്ടാ. അങ്ങനെ നിർത്തുന്നവരാണ് ഇവരൊക്കെ. നമ്മുടെ ഈ വാഴപ്പിണ്ടിയിലേ നമ്മൾ വെട്ടി കൊടുത്ത് കടമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ, നല്ല കടമുള്ള കാരണം. അപ്പൊ
അപ്പോൾ നമുക്കുണ്ടല്ലോ പുറത്തേക്ക് പോകുമ്പോഴേ നമ്മൾ കോഴികൾക്ക് ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ സ്വതവേ അങ്ങ് ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ പുറത്തേക്ക് പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് അവർക്ക് ഇതേപോലെ എന്തെങ്കിലും കൊത്തി തിന്നാനുള്ളത് ഇട്ട് കൊടുത്തിട്ട് പോവുള്ളൂ കേട്ടോ. കാരണം അപ്പോൾ വലിയ ശല്യമില്ലാണ്ട് അവരിങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒതുങ്ങി നിന്നോളും. അഥവാ നമ്മളൊരു 10 മിനിറ്റ് നേരം വയ്ക്കാനും കുഴപ്പമുണ്ടാവില്ല. കാരണം നമ്മൾ ഇടയിലായാലും അവർക്ക് തിന്നാനൊക്കെ ആയിട്ട് കൊടുക്കാറുള്ളതാണേ. ഇനി ഇത് അടുത്ത ദിവസമായിട്ട് അവർക്ക് ഇത് വലിയ കട്ടിയ ഇത് വെട്ടി വെട്ടിപ്പാക്കി ക്ലിയർ ആയിട്ട് വേണം. ഷായേട്ടൻ്റെ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടാ. കാരണം ഷായേട്ടന് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അത് കാണുമ്പോഴേ നമ്മള് ബജ്ജി മുളക് മരിയ നമ്മളെ മുളക് എന്തിനധികം കറികള് ഇതൊരെണ്ണം പോലെ. കൂട്ടത്തില് നോക്കിയാ സ്മിത നോക്കിയ കായോണ്ട് ഒരു ഉപ്പേരി ഉണ്ടായില്ല. സൂപ്പർ സാധനം, അടിപൊളി മുതലാ. ഇതിലെന്തിനാ ചിക്കനും മീനൊക്കെ ഇതന്നെ പോലെ. ഇത് പിന്നെ പറയേണ്ട കാര്യമില്ല, നിങ്ങളോട് ട്രൈ ചെയ്യാനൊന്നും. ഇത് മുൻപ് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നും കൂടി നോക്കിയോളത്. അപ്പൊ ഞാനിതാ നമ്മുടെ പണികളും എല്ലാം കഴിഞ്ഞ് നമ്മളിത് ഇറങ്ങാട്ടാ ചേച്ചിനെ കാണാനായിട്ട്. അപ്പോ എന്താ പറയാ, നല്ല അടുപ്പുണ്ടെങ്കിലും എന്താ പറയാ ഇന്ന് കാണാൻ പോണ ഒരു ത്രില്ലൊക്കെ ഉണ്ടിട്ട് എനിക്ക്. പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വർഷമായിട്ട് ഞാൻ ഒറ്റൊരു ഫംഗ്ഷന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇപ്പൊ ഒരു വർഷത്തിന് ശേഷം ഇന്നാണ് ആദ്യമായിട്ട് ഒരു ഫംഗ്ഷനിൽ ഇറങ്ങുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയാലോ ഞാൻ എന്തുകൊണ്ടാണ് ഒരു വർഷമായിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങാണ്ടിരുന്നതെന്നുള്ളതൊക്കെ അറിയാലോ. അപ്പൊ ഇനി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കൺമണിക്കുട്ടി കൊണ്ടിട്ട് എന്റെ കൂടെ. നമ്മളിതാ പള്ളിയിൽ എത്തിയിട്ടാ. സെന്റ് ആഗ്നീസ് പള്ളിയാണ് മണ്ണുത്തിയിലത്തെ. നമുക്കാണെങ്കിൽ ഇവിടെ അടുത്താണ്, അത് കാരണം നമുക്ക് വരാനും എന്താ പറയാ കണ്ടുപിടിക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. മനസ്സമ്മതം അടക്കം കൺമണിക്കുട്ടി. അപ്പൊ നമ്മളിവിടെ കാറൊന്ന് പാർക്ക് ചെയ്യാനായിട്ട് വണ്ടികൾ നിറച്ചാണ്. എവിടെ പാർക്ക് ചെയ്യാ ചേട്ടാ? ആ ഒരു അന്വേഷണത്തിലാട്ടാ ഞങ്ങള്. ഞാൻ ചേച്ചിനെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോവാണ് ചേച്ചിയുടെ അടുത്തേക്ക്. ശരിക്കും എനിക്ക് ആ സമയത്ത് ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചെല്ലുന്ന വരെ ഒരു എന്താവും എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരിക്കലും എന്താ പറയുക നമുക്കൊരു അകൽച്ചയൊന്നും തോന്നിയില്ല. നമ്മുടെ ആ ഒരു അടുപ്പം അതെനിക്ക് അപ്പം തന്നെ ഇങ്ങനെ എന്താ പറയുക അറിയില്ല, ഭയങ്കര സന്തോഷമൊക്കെ തോന്നി. പിന്നെ അതേപോലെ തന്നെ ചേച്ചിയുടെ ഇത് എന്താ പറയുക അനിയൻ്റെ വൈഫും മകളാണ്. അപ്പോൾ എന്നോട് അവരെ കുറിച്ചൊക്കെ പറയണ കാരണം എനിക്ക് അവരെ ഒരു പരിചയക്കുറവ് ഒന്നും തോന്നിയില്ല. അവർക്കൊരു പക്ഷേ എന്നോട് തോന്നുന്നുണ്ടായിരിക്കാം, പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇതാണ് ചേച്ചിയുടെ ആങ്ങളെയാണ്. അപ്പോൾ ആങ്ങളെയും അതേപോലെ തന്നെ വന്ന് ചേച്ചി മുൻകൂട്ടി അവരോട് പറഞ്ഞിട്ടായിരിക്കണം. അവരൊക്കെ എന്നോട് നല്ല അടുപ്പത്തിൽ തന്നെ സംസാരിച്ചു. പിന്നെ ഇതാ കൺമണിക്കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത് ചേച്ചിയുടെ ഹസ്ബൻഡാട്ടാ. അപ്പോൾ കൺമണിക്കുട്ടിക്കാണെങ്കിൽ അത് കിട്ടിയവർക്ക് തുറന്നു നോക്കലൊക്കെ ആയി തുടങ്ങി. പിന്നെ നമ്മൾ
നിൽക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നീങ്ങി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് നേരം നീങ്ങി. പിന്നെ ഇതാണ് ചെക്കനും പെണ്ണും മനസ്സമ്മതമാണ്. അപ്പോൾ അവരവരുടേതായ ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് കയറിയപ്പോൾ ചേച്ചിയുടെ റിലേറ്റീവ്സുകളൊക്കെ വന്ന് നമ്മളോട് നന്നായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ പുതിയൊരു കല്യാണത്തിന് അറിയാത്തൊരു കല്യാണ വീട്ടിൽ ചെന്ന ഒരു ഇതൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. അത്രയും അടുപ്പൊക്കെ അവർ നമ്മുടെ അടുത്ത് കാണിച്ചു. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഷായേട്ടൻ്റെ ഇവിടെ വന്നിട്ട് കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേഗം ചേച്ചിനെ കണ്ട് വരണം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ചേച്ചി ഒരു പൊടിക്ക് സമ്മതിച്ചില്ല. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പം നമ്മളിതാ വീട്ടിലെത്തി. കൺമണിയുടെ കുട്ടിയുടെ മുഖമൊക്കെ നോക്കിയാൽ നല്ല ഉഷാറായ വീട്ടിലെത്തിയോടുകൂടി. കാരണം വണ്ടിയിലിരുന്നൊരു ഉറപ്പൊക്കെ കഴിഞ്ഞ കാരണം. അപ്പോൾ കൺമണി കുട്ടി ഒരു കാര്യം കാട്ടിത്തരാൻ ഞങ്ങൾ മറന്നു. നമ്മുടെ കൈമത്തെ മൈലാഞ്ചിട്ടത് ഗിഫ്റ്റാണ്. ഇപ്പോൾ പൊട്ടിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കണതാണ് കേട്ടോ. നോക്കി കണ്ട കൺമണി കുട്ടി നല്ല ഭംഗിയിൽ മൈലാഞ്ചൊക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വളവിൽ കാട്ടി തരാം കേട്ടാ. അതെ കൺമണി എന്നാണ് എഴുതി നോക്കണത് ഇവിടെ. അപ്പോൾ ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. കാരണം ഇപ്പം ഞങ്ങളൊരു വർഷത്തോളമായല്ലോ എന്താ പറയുക ഫോണിൽ കൂടെയുള്ള ഒരു സംസാരത്തിൽ മാത്രമുള്ള ഒരു അടുപ്പാണ് നിലനിന്നിരുന്നത്. നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷവും ഒക്കെ തോന്നി. അപ്പം ഇനി നിർത്താം അല്ലേ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ.